എല്ലാവർക്കും നമസ്കാരം. ഇപ്പം നിങ്ങൾ നാട്ടിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്, നിങ്ങൾക്ക് BEd ഉണ്ട്. പക്ഷേ നിങ്ങൾ കാനഡയിലേക്ക് ഇമിഗ്രേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ അടുത്ത് വന്നൊരു വാർത്ത നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് മറ്റൊന്നുമല്ല, ഇപ്പം കാനഡയിൽ എക്സ്പ്രസ് എൻട്രിയിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു പുതിയ കാറ്റഗറി ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ പണ്ടത്തെക്കാളും നമുക്കിപ്പോൾ ടീച്ചേഴ്സായിട്ട് ഇവിടേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് അല്പം കൂടി എളുപ്പമാണ്. സോ നിങ്ങൾ ടീച്ചേഴ്സാണ്, കാനഡയിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ബാക്കി ക്രൈറ്റീരിയ ഒക്കെ നിങ്ങൾക്ക് മീറ്റ് ആവുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ ഗോൾഡൻ ചാൻസ് ഫോർ അസ്. അപ്പോൾ നമ്മളങ്ങനെ കാനഡയിലേക്ക് വരുന്നതിന് ഉള്ള ഡിസിഷൻ എടുക്കുന്ന ടൈമിൽ നമ്മുടെ മനസ്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവും അല്ലേ? അതായത് ഇവിടെ എങ്ങനെയാണ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടീച്ചിങ് ജോബ് കിട്ടുമോ? ചിലപ്പോൾ ചിലവർക്ക് അറിയുന്നുണ്ടാവും ഇവിടെ ടീച്ചിങ് എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും ലൈസൻസ് വേണം. അപ്പോൾ ടീച്ചിങ് ലൈസൻസിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക? ടീച്ചിങ് ലൈസൻസിൻ്റെ പ്രൊസീജിയർ എന്താണ്? എത്ര ടൈം പിടിക്കും? എത്ര കോസ്റ്റ് ആവും? പിന്നെ ടീച്ചിങ് ലൈസൻസ് എടുത്ത് നമുക്ക് ടീച്ചിങ് ലൈസൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും അഡീഷണൽ കോഴ്സസ് ചെയ്യേണ്ടി വരുമോ? അങ്ങനെ അഡീഷണൽ കോഴ്സസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫീ എത്രയാണ്? പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് ടീച്ചിങ്ങിൽ ഒരു ജോലി കിട്ടുമോ? ജോലി കിട്ടിയാൽ തന്നെ എങ്ങനെയാണ് നമ്മൾ ആ ജോബ് ഹണ്ടിങ് ചെയ്യുന്നത്? ഏത് വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്? പിന്നെ ഇവിടുത്തെ ടീച്ചിങ്ങിൻ്റെ ചലഞ്ചസ് എന്തൊക്കെയാണ്? പിന്നെ ടീച്ചിങ് അല്ലാതെ നമ്മുടെ ടീച്ചേഴ്സിന് സ്കൂൾ ടീച്ചിങ് അല്ലാതെ വേറെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ടോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഇതെനിക്ക് വ്യക്തമായി അറിയാനുള്ള കാരണം ഞാനും ഒരിക്കലും അതേ സിറ്റുവേഷനിലായിരുന്നു. ഞാനിവിടെ കാനഡയിലേക്ക് വരുന്നത് 2021 ഞാൻ PR ആയിട്ടല്ല, സ്റ്റഡി പെർമിറ്റ് വഴിയാണ് വന്നത്. പിന്നെ 2 വർഷത്തിനുള്ളിൽ ബൈ ഗോഡ്സ് ഗ്രേസ് 2-2.5 വർഷമായപ്പോഴത്തേക്കും ഞങ്ങൾക്ക് PR ആയി. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ PR ആവുന്നതിന് മുൻപ് തന്നെ എനിക്ക് ഒണ്ടാരിയോടെ ടീച്ചിങ് ലൈസൻസിന് ഞാൻ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു. ടീച്ചിങ് ലൈസൻസ് ലഭിച്ചു. അങ്ങനെ ദൈവകൃപയാൽ ഇപ്പം ഞാൻ ഇവിടെ ഒരു പബ്ലിക് കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് എൻ്റെ മനസ്സിലും ഞാൻ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ഉറക്കം കിട്ടിയിട്ടില്ല. കാരണം നമുക്ക് ടീച്ചിങ് എന്ന് പറയുന്നത് അത്രയും ഇഷ്ടമുള്ളൊരു ജോബാണ്. വേറെ ഒരു ജോബിലും എനിക്ക് ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല, കണ്ടെത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇറ്റ്സ് എ ഹ്യൂജ് ട്രാൻസിഷൻ അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളെന്ന് അറിയാനായിട്ട് ഒരുപാട് ഞാൻ ആ സമയത്ത് റിസർച്ച് ചെയ്തിരുന്നു. അപ്പോൾ നമ്മുടെ ചുറ്റിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്ന കുറേ പേരെ കാണാം. പക്ഷെ ടീച്ചിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന മലയാളികൾ അല്പം റെയറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ എന്താണ് പരിപാടികൾ ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ചും എല്ലാവർക്കും വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാവില്ല. ഇപ്പോൾ ബൈ ഗോഡ്സ് ഗ്രേസ് എനിക്ക് കുറച്ച് പേര് എന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഞാൻ ചെയ്ത കാര്യങ്ങൾ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മുഴുവനായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാനഡയിൽ ടീച്ചിങ് ഈസ് എ റെഗുലേറ്റഡ് പ്രൊഫഷൻ. റെഗുലേറ്റഡ് പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നിങ്ങൾക്ക് പബ്ലിക് സ്കൂൾസിൽ പഠിപ്പിക്കണമെങ്കിൽ, നോട്ട് ദ പോയിന്റ്, പബ്ലിക് സ്കൂൾസിൽ പഠിപ്പിക്കണമെങ്കിൽ ടീച്ചിങ് ലൈസൻസ് വേണം. ഇനി ആരാണ് ടീച്ചിങ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത്? ഓരോ പ്രൊവിൻസിനും ടീച്ചിങ് ലൈസൻസ് ഇഷ്യൂ ചെയ്യാനായിട്ട് അവരുടേതായിട്ടുള്ള റെഗുലേറ്ററി ബോഡി ഉണ്ട്. ഇപ്പോൾ ഒണ്ടാരിയോയിൽ ടീച്ചിങ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത് ഒണ്ടാരിയോ കോളേജ് ഓഫ് ടീച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു റെഗുലേറ്ററി ബോഡിയാണ്. അതുപോലെ ബ്രിട്ടീഷ് കൊളംബിയയിൽ വേറൊരു റെഗുലേറ്റിംഗ് ബോഡിയുണ്ട്, ആൽബർട്ടയിൽ വേറെ ഒരെണ്ണമുണ്ട്. അപ്പോൾ ഓരോ പ്രൊവിൻസിനും അതിൻ്റേതായിട്ടുള്ള ടീച്ചിങ് ലൈസൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു പ്രൊവിൻസിൽ ടീച്ചിങ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പ്രൊവിൻസുകളിലേക്ക് ആ ലൈസൻസ് ട്രാൻസ്ഫറബിൾ ആണ്. ട്രാൻസ്ഫറബിൾ ഇൻ ദ സെൻസ് പെട്ടെന്ന് കുറച്ച് പേപ്പർ വർക്ക് ഉണ്ട്, ബട്ട് കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസിയാണ്. ഇപ്പം ഞാൻ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ ടീച്ചിങ് ലൈസൻസ് കിട്ടുന്നതിന് മുൻപ് ബ്രിട്ടീഷ് കൊളംബിയയുടെയൊക്കെ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാറുണ്ട്, അവിടുത്തെ ടീച്ചിങ് ജോബ്സിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞിരുന്നത് OCT എങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ OCT എങ്കിലും കിട്ടി. അതെന്ന് ഞാൻ ഒണ്ടാരിയോയിലായിരുന്നേ. അപ്പോൾ OCT എങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് പറ്റത്തില്ല, OCT കിട്ടിയിട്ട് ഞങ്ങൾ അറിയിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് ഒരു പ്രൊവിൻസിൽ ടീച്ചിങ് ലൈസൻസ് ഉണ്ടെങ്കിൽ മറ്റു പ്രൊവിൻസിൽ ജോലി നോക്കാനായിട്ടും അവിടുത്തെ ടീച്ചിങ് ലൈസൻസിലേക്ക് കൺവേർട്ട് ചെയ്യാനും കമ്പാരിറ്റീവ്ലി ഈസിയർ ആണ്. സോ ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കണു. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു പ്രൊവിൻസിൻ്റെ ലൈസൻസ് ഉണ്ടെങ്കിൽ മറ്റ് പ്രൊവിൻസിലെ ജോബ്സിന് നമുക്ക് അപ്ലൈ ചെയ്ത് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ആ പ്രൊവിൻസിൻ്റെ ലൈസൻസിലേക്ക് കൺവേർട്ട് ചെയ്യാനും അല്പം എളുപ്പമാണ്. ബട്ട് നമ്മളിപ്പോൾ ഏത് പ്രൊവിൻസിലാണോ പഠിപ്പിക്കണേ ആ പ്രൊവിൻസിൻ്റെ ലൈസൻസ് നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ
അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒണ്ടാരിയോ പ്രൊവിൻസ് ഇഷ്യൂ ചെയ്ത ടീച്ചിങ് ലൈസൻസ് ആണ്. ഒണ്ടാരിയോ പ്രൊവിൻസിലെ OCT എന്ന് പറയും, ഒണ്ടാരിയോ കോളേജ് ഓഫ് ടീച്ചേഴ്സ് ലൈസൻസ് ആണ് എനിക്കുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒണ്ടാരിയോ ടീച്ചിങ് ലൈസൻസിനെ കുറിച്ച് അത്യാവശ്യം എനിക്ക് എന്താ പറയുക, ഞാൻ ചെയ്തത് കാരണവും പിന്നെ എൻ്റെ റിസർച്ച് വഴിയും എനിക്ക് അതിനെക്കുറിച്ച് അത്യാവശ്യം അറിയാം. അപ്പോൾ ഞാൻ ആ കാര്യമാണ് OCT കുറിച്ചാണ് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ OCTയിൽ നമുക്ക് മാൻഡേറ്ററി ആയിട്ട് നമുക്ക് OCT അപ്ലിക്കേഷൻ ഫയൽ ചെയ്യുമ്പം നമുക്ക് ഫസ്റ്റ് നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് BEd ഉണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ അത് 1 ഇയർ ആയാലും കുഴപ്പമില്ല, 2 ഇയർ ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുള്ള BEd ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല. അപ്പോൾ നിങ്ങൾക്കൊരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയുടെ BEd ഉണ്ട്, അതും റെഗുലർ BEd ആണുള്ളതെങ്കിൽ നിങ്ങൾ OCT അപ്ലൈ ചെയ്യാനായിട്ട് എലിജിബിൾ ആണ്. പിന്നെ എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഞാൻ ഇവിടേക്ക് വരുന്നത് ഞാൻ 2021 വരുന്നതെന്ന് പറഞ്ഞല്ലോ. ഞാൻ ജസ്റ്റ് എൻ്റെ BEd കഴിഞ്ഞ് ഡയറക്റ്റായിട്ട് ഞാനിവിടെ MEdന് അപ്ലൈ ചെയ്യാണ്ടായത്. അപ്പോൾ എനിക്ക് നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ അല്പസ്വല്പം ഓൺലൈൻ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്, അതല്ലാതെ എനിക്ക് നാട്ടിൽ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ഫ്രഷ് ഗ്രാജുവേറ്റ്സ് ആണെങ്കിലും ഈ ഒണ്ടാരിയോ കോളേജ് ഓഫ് ടീച്ചിങ് ലൈസൻസിന് അപ്ലൈ ചെയ്യാം. പിന്നെ നമ്മൾ അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ www.oct.ca ഈ വെബ്സൈറ്റിൽ പോവുക. ഈ വെബ്സൈറ്റിൽ പോയി കഴിയുമ്പോൾ അവിടെ ഇൻ്റർനാഷണലി ട്രെയിൻഡ് അല്ലെങ്കിൽ ഇൻ്റർനാഷണലി എഡ്യൂക്കേറ്റഡ് ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു ഗൈഡ് ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്യുക, നല്ലപോലെ ഒന്ന് വായിക്കുക. പിന്നെ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഓൺലൈനായിട്ട് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൽ കുറേ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുണ്ട്. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുണ്ട്, നമ്മുടെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുണ്ട്. നമുക്ക് എത്രയൊക്കെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ടോ, ഡിഗ്രീസ് ഉണ്ടോ, അതെല്ലാം നമ്മളതിൽ സബ്മിറ്റ് ചെയ്യണം. പിന്നെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസും നമ്മൾ സബ്മിറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഏതൊക്കെ ലെവലിലാണ് ടീച്ച് ചെയ്യാനായിട്ട് എലിജിബിൾ ആയിട്ടുള്ളത് അതും നമ്മൾ സ്പെസിഫൈ ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫീ അടയ്ക്കണം. ഇപ്പോൾ ഫീ വരുന്നത് $362 ആണ് ഫോർ ഇൻ്റർനാഷണലി എഡ്യൂക്കേറ്റഡ് ടീച്ചേഴ്സിന് വേണ്ടിയിട്ട്. പിന്നെ അപ്ലിക്കേഷൻ വൺസ് ഓൺലൈൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം, ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഈ ഒണ്ടാരിയോ കോളേജ് ഓഫ് ടീച്ചേഴ്സ് ഒരു ഡോക്യുമെൻറ്റ് ലിസ്റ്റ് ജനറേറ്റ് ചെയ്യും. അപ്പം ആ ഡോക്യുമെൻറ്റ് ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും നമ്മൾ OCTയിലേക്ക് ഡയറക്റ്റായിട്ട് സെൻഡ് ചെയ്യണം. അപ്പോൾ OCTയിലേക്ക് ഡയറക്റ്റായിട്ട് സെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉള്ള ട്രാൻസ്ക്രിപ്റ്റ്സ്. അപ്പോൾ ശരിക്കും അപ്ലിക്കേഷൻ ഫീ $362 വരുന്നുള്ളൂ എന്നുണ്ടെങ്കിലും നമുക്കിപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ട്രാൻസ്ക്രിപ്റ്റ് അറേഞ്ച് ചെയ്യാനായിട്ടുള്ള കോസ്റ്റും നമ്മൾ കൺസിഡർ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര ഡിഗ്രി ഉണ്ട്, നമുക്കിപ്പോൾ ബാച്ചിലേഴ്സ് ഉണ്ട്, മാസ്റ്റേഴ്സ് ഉണ്ട്, ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട്. അപ്പോൾ 3 ഡിഗ്രി ഉണ്ടെങ്കിൽ ഈ 3 ഡിഗ്രിക്കും ഡിഗ്രിയുടെയും ട്രാൻസ്ക്രിപ്റ്റ്സ് ഇപ്പോൾ നമ്മൾ ബെസ്റ്റൊക്കെ ചെയ്യത്തില്ലേ, അതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് OCT എന്ന് പറയുന്ന ഈ ഒരു റെഗുലേറ്ററി ബോഡിയിലേക്ക് നമുക്ക് മെയിൽ ചെയ്ത് കൊടുക്കണം ബൈ പോസ്റ്റ്. പിന്നെ ഇപ്പം ഞാൻ ചെയ്ത സമയത്ത് എല്ലാം ബൈ പോസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ ഒരു എന്തൊക്കെയോ ഒരു ചെറിയ എക്സെപ്ഷണൽ കേസസ് ഉണ്ടെന്ന് തോന്നുന്നു. അതായത് ഇലക്ട്രോണിക്കലി സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ചിലപ്പോൾ അവൈലബിൾ ആണ്, പക്ഷെ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല. ഞാൻ ചെയ്ത സമയത്ത് എല്ലാം ബൈ പോസ്റ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യണമായിരുന്നു. പിന്നെ നിങ്ങൾ ഏതൊക്കെ എക്സ്പീരിയൻസ് ആണോ ക്ലെയിം ചെയ്തിട്ടുള്ളത് അവിടെ നിന്നെല്ലാം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രൊഫഷണൽ സ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റും, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രൊഫഷണൽ സ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ നിങ്ങളവിടെ വർക്ക് ചെയ്തിരുന്നു, നിങ്ങളുടെ പേരിൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, അങ്ങനെ ക്ലെയിം ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റും നമ്മൾ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്തോ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നെല്ലാം ഡയറക്റ്റായിട്ട് OCTയിലേക്ക് അയക്കണം. പിന്നെ നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്, നമുക്കിപ്പോൾ എക്സ്പീരിയൻസ് ഇല്ല എന്ന് വയ്ക്കൂ, എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത് നമ്മൾ പഠിച്ച കോളേജിൽ നിന്ന് ഒരു കോഴ്സ് ആൻഡ് കോണ്ടക്ട് സർട്ടിഫിക്കറ്റ് അത് സംഘടിപ്പിച്ചിട്ട് നമ്മൾ OCTയിലേക്ക് മെയിൽ ചെയ്യണം. പിന്നെ ചിലപ്പോൾ നമ്മളോട് അവർ നമ്മൾ ചെയ്ത പ്രോഗ്രാമിന് ഡീറ്റെയിൽസ് ചോദിക്കും. അതായത് എത്ര അവേഴ്സ് ആയിരുന്നു, ഓരോ കോഴ്സും എന്തായിരുന്നു, അതിൻ്റെ ഡിസ്ക്രിപ്ഷനും അതിൻ്റെ നമ്പർ ഓഫ് അവേഴ്സ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചോദിക്കാം. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളത് നമ്മുടെ കോളേജ് പ്രിൻസിപ്പളുടെ കയ്യിൽ നിന്ന് ഇതർ ഒരു ലെറ്റർ വാങ്ങാം. അല്ലെങ്കിൽ നമുക്കിപ്പം ഞാൻ ചെയ്തത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നിന്ന്, ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഒരു കോളേജിലായിരുന്നു BEd ചെയ്തത്. അപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ സിലബസ് അവൈലബിൾ ആണ്. അപ്പം ഞാനത് ഡൗൺലോഡ് ചെയ്ത് അതിൽ നമുക്ക് ആവശ്യമുള്ള പേജസ് പ്രിൻസിപ്പളിനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് OCTയിലേക്ക് ഡയറക്റ്റായിട്ട് സെൻഡ് ചെയ്യുക ചെയ്തത്. അപ്പം അങ്ങനെ ചെയ്യാം. പിന്നെ ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസിയുടെ കാര്യത്തിൽ നിങ്ങളിപ്പോൾ ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ട് ഇംഗ്ലീഷിലാണ് കഴിഞ്ഞതെന്നുണ്ടെങ്കിൽ IELTS എടുക്കേണ്ട ആവശ്യമില്ല. അതല്ല നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഇംഗ്ലീഷിലല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ IELTS എടുക്കണം. അത് IELTS അക്കാഡമിക്ക് തന്നെ വേണം എന്നാണ് എൻ്റെ അറിവ്. പിന്നെ ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, പക്ഷേ ഈ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BEd ഇംഗ്ലീഷിലാണ്, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ.
ബാക്കി യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങൾ എനിക്ക് അത്ര വലിയ പിടിയില്ല. പക്ഷേ നിങ്ങളുടെ BEd പ്രോഗ്രാം കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിലാണെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ പ്രിൻസിപ്പളുടെ കയ്യിൽ നിന്ന്, നിങ്ങളുടെ കോളേജിലെ പ്രിൻസിപ്പളുടെ കയ്യിൽ നിന്ന് ഒരു ലെറ്ററിൽ അതൊക്കെ ഒന്ന് എഴുതി വാങ്ങിയാൽ മതി. അതായത് എൻ്റെ പ്രോഗ്രാം ഇത്രയായിരുന്നു, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആയിരുന്നു, അങ്ങനെ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഒരു ലെറ്റർ അറേഞ്ച് ചെയ്താൽ ദാറ്റ്സ് ഇനഫ്. നമുക്ക് പിന്നെ വേറെ സെപ്പറേറ്റ് ഇംഗ്ലീഷ് ടെസ്റ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ OCT ആപ്ലിക്കേഷൻ്റെ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തില്ല കേട്ടോ. മെയിനായിട്ടുള്ള കാര്യങ്ങളാണ്, ജസ്റ്റ് ഒരു ഓവർവ്യൂ തരാൻ വേണ്ടി തരിക എന്ന് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. കാരണം നമ്മളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിലൊന്ന് പറയൂ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വേറൊരു വീഡിയോയിൽ, സെപ്പറേറ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചു. ഞാൻ പറഞ്ഞ പോലെ ട്രാൻസ്ക്രിപ്റ്റ്സ് അറേഞ്ച് ചെയ്യണം. പിന്നെ നിങ്ങൾ വർക്ക് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രൊഫഷണൽ സ്റ്റാൻഡിങ്, അത് ഒരു സർട്ടിഫിക്കറ്റ് എന്ന് ഉദ്ദേശിച്ചത് ഒരു ലെറ്റർ മതി കേട്ടോ. അതായത് അവരുടെ കമ്പനിയുടെ ലെറ്റർ ഹെഡിൽ ഒരു ലെറ്റർ മതി, അത് അറേഞ്ച് ചെയ്യണം. പിന്നെ മെയിനായിട്ട് ഇവിടെ കനേഡിയൻ ക്രിമിനൽ റെക്കോർഡ് ചെക്ക് വേണം. അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു ഇൻ ഓർഡർ ടു ബി നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നതിന് കംപ്ലീറ്റ് ആവാനായിട്ട് ഒരു ഓൺലൈൻ പ്രോഗ്രാം ഉണ്ട്, സെക്ഷുവൽ അബ്യൂസ് അവെയർനെസ് പറഞ്ഞിട്ട്. അപ്പം അത് ഓൺലൈനായിട്ട് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി, അല്ലെങ്കിൽ നെയിം ചേഞ്ച് ഉണ്ടെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ നെയിം ചേഞ്ചിൻ്റെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ജനറലായിട്ട് വേണ്ടത്. പിന്നെ ഇത് നമ്മൾ എല്ലാ ഡോക്യുമെൻറ്റ്സും സബ്മിറ്റ് ചെയ്ത് നമ്മൾ ആപ്ലിക്കേഷൻ ഫീ ഒക്കെ അടച്ചതിന് ശേഷമാണ് നമുക്ക് ഡോക്യുമെൻറ്റ് ലിസ്റ്റ് ജനറേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഡോക്യുമെൻറ്റ്സ് ഇതൊക്കെ വേണമെന്ന് പറഞ്ഞ് ഇപ്പം തന്നെ പോയി ഈ ഡോക്യുമെൻറ്റ്സ് അറേഞ്ച് ചെയ്യാൻ പോയിട്ട് കാര്യമില്ല. ആദ്യം നമ്മൾ ആ OCTയിലെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫിൽ ഔട്ട് ചെയ്ത് ഫീസ് അടച്ചതിന് ശേഷം അവരുടെ കയ്യിൽ നിന്ന് ആ ഡോക്യുമെൻറ്റ് ലിസ്റ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഡോക്യുമെൻറ്റ്സ് അറേഞ്ച് ചെയ്യാൻ നോക്കാവൂ കേട്ടോ. കാരണം ഓരോരുത്തർക്കും അവരുടെ ക്വാളിഫിക്കേഷൻസ് അനുസരിച്ചിട്ടുള്ള ഡോക്യുമെൻറ്റ് ലിസ്റ്റാണ് OCT ജനറേറ്റ് ചെയ്യുക. അപ്പോൾ പൊതുവിൽ വരാറുള്ളത് ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ so once your application is completed and OCT has received all of your documents, അവർ ഇവാലുവേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ അയച്ചു കൊടുത്ത എല്ലാ ഡോക്യുമെൻറ്റ്സും അവർ വെരിഫൈ ചെയ്യും. അപ്പോൾ ആ ഇവാലുവേഷന് ഓൾമോസ്റ്റ് 2 to 3 months ഒക്കെയാണ് ജനറലി എടുക്കുക. ചിലപ്പോൾ അത് ലോങ്ങർ, അത് ഡിപ്പെൻഡിങ് ഓൺ ദ വോളിയൂം ഓഫ് അപ്ലിക്കേഷൻസ്, ചിലപ്പോൾ അത് കൂടുതലാവാം, ചിലപ്പോൾ കുറവാവാം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഈ യൂണിവേഴ്സിറ്റീസിൽ നിന്ന് എല്ലാം അറേഞ്ച് ചെയ്തു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ലാഗിങ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ഏകദേശം 1 വർഷത്തോളം എടുത്തു എനിക്ക് ലൈസൻസിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. പക്ഷെ 1 വർഷം എടുക്കില്ല, നിങ്ങൾക്ക് മിനിമം ഒരു 6-7 മാസത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വിത്തൗട്ട് ഡിലേ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു 6-7 മാസത്തിനുള്ളിലൊക്കെ നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ വൺസ് അവർ നമ്മുടെ ഈ ലൈസൻസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആദ്യം കണ്ടീഷണലി ആയിരിക്കും ലൈസൻസ് ആക്കാം. കണ്ടീഷണലി ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആദ്യം 5 വർഷത്തേക്കായിരിക്കും അവർ ലൈസൻസ് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ ഈ 5 വർഷത്തിനുള്ളിൽ ഇവിടുത്തെ കനേഡിയൻ എഡ്യൂക്കേഷൻ സിസ്റ്റവും നമ്മൾ പഠിച്ചതുമായിട്ട് കമ്പയർ ചെയ്ത് എന്തെങ്കിലും കോഴ്സസ് നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ ആ കോഴ്സസ് അവർ സജസ്റ്റ് ചെയ്യും. അങ്ങനെ അഡീഷണൽ ബേസിക് ക്വാളിഫിക്കേഷൻസ് കോഴ്സ് എന്നൊക്കെയാണ് പറയാം. അപ്പോൾ ആ കോഴ്സ് നമ്മൾ 5 വർഷത്തിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ മതി. ഈ OCT ലൈസൻസ് കിട്ടിയതിന് ശേഷമുള്ള 5 കൊല്ലത്തിനുള്ളിൽ നമ്മൾ അവർ സജസ്റ്റ് ചെയ്ത അഡീഷണൽ കോഴ്സസും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെർമനൻ്റ്ലി ലൈസൻസ്ഡ് ആവും. അപ്പോൾ നിങ്ങളിതൊക്കെ കേൾക്കുമ്പം വിചാരിക്കുന്നുണ്ടാവും, ദൈവമേ ഇത് ലൈസൻസ് കിട്ടിയാലും പോരാ, പിന്നെയും പഠിക്കണം, പിന്നെയും കാശ് ചിലവാണ്, അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ചിലപ്പോൾ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ചുറ്റിലുള്ള നമുക്കിപ്പോൾ കുറേ പേരെ അറിയാലോ, ഇവിടെ വന്ന് ഹെൽത്ത് കെയറിലുള്ളവർ, രജിസ്റ്റേർഡ് നഴ്സസ് ആയിട്ട് ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ, അവരും ഇതുപോലെയുള്ള ഒരു ലൈസൻസിങ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അവരുടെ ലൈസൻസിങ് പ്രോസസ്സിനേക്കാളും ഒരല്പം ഈസിയറാണ് നമ്മുടെ ലൈസൻസിങ് പ്രോസസ്സ്. അവർക്കൊരു എക്സാം ക്ലിയർ ചെയ്താൽ മാത്രമേ ലൈസൻസ് കിട്ടുള്ളൂ. പക്ഷെ നമുക്ക് എക്സാം ക്ലിയർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ ഒരു പുതിയ റൂള് വന്നിട്ടുണ്ട്. പുതിയ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് കിട്ടി ഇനീഷ്യലി അവർ നമ്മളെ സർട്ടിഫൈ ചെയ്തതിന് ശേഷം വിതിൻ 2 years നമ്മളൊരു മാത്ത് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ക്ലിയർ ചെയ്യണം. ഈ മാത്ത് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഓൺലൈൻ ആണ്. അതിന് പ്രത്യേകിച്ച് കോസ്റ്റ് ഒന്നുമില്ല, ഫ്രീ ആണ്, മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് അലൗഡ് ആണ്. പിന്നെ ഞാൻ എൻ്റെ സിലബസിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ബേസിക് സ്റ്റഫാണ്. അത് ആർക്കും ഒരു ബുദ്ധിമുട്ടുള്ളൊരു സംഗതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ശരിയാണ്, കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്, കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷേ നമുക്ക് നമ്മുടെ ഡ്രീം ജോബിലേക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റുകയാണ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
വൺസ് നിങ്ങൾക്ക് ഈ OCT സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് വിത്ത് കണ്ടീഷൻസ് ആണെങ്കിൽ കൂടി ഇറ്റ് ഡസൻ മേക്ക് എനി ഡിഫറൻസ്. അതായത് നിങ്ങൾക്ക് ജോബ് നോക്കുന്നതിനോ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നതിനോ നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ടൊരു പൊസിഷൻ കിട്ടുന്നതിനോ ഒന്നും യാതൊരു രീതിയിലും ഈ കണ്ടീഷണൽ ലൈസൻസിങ് എഫക്ട് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഈ കോഴ്സസ് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ഈ കോഴ്സസ് എന്ന് പറയുമ്പോഴും നമ്മളിപ്പോൾ നേരിട്ട് കോളേജിൽ പോയി റെഗുലർലി നമ്മൾ എന്താ പറയുക ക്ലാസ്സിൽ ഇരുന്ന് അറ്റൻഡ് ചെയ്യേണ്ട കോഴ്സുകളല്ല, ഓൺലൈനായിട്ട് നമുക്ക് അസിൻക്രോണസ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാവുന്ന കോഴ്സുകളാണ്. അപ്പൊ അത് അത്ര വലിയ നമുക്കിപ്പം എന്താ പറയുക ടീച്ചേഴ്സിന് ഒരുപാട് ബ്രേക്സ് കിട്ടില്ല. ഇവിടെ സ്പ്രിംഗ് ബ്രേക്ക് ഉണ്ട്, ഇവിടെ എന്താ പറയുക സെപ്റ്റംബറിൽ എന്താ സമ്മർ ബ്രേക്ക് ഉണ്ട്, പിന്നെ വിന്റർ ബ്രേക്ക് ഉണ്ട്. അപ്പൊ ആ ബ്രേക്കിന്റെ ഇടയിലൊക്കെ ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അത്ര വലിയ എന്താ പറയുക അത് കഴിഞ്ഞിട്ടും പഠിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഇതാരും ചെയ്യാതിരിക്കരുതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം നമുക്ക് അതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ, അതൊക്കെ ഓൺലൈൻ ആണ്. പിന്നെ ഡിപ്പെൻഡിങ് ഓൺ യുവർ സർട്ടിഫിക്കറ്റ്, യുവർ BEd സർട്ടിഫിക്കറ്റ്, ചിലപ്പോൾ OCT ഒരു കോഴ്സ് സജസ്റ്റ് ചെയ്യും, ചിലപ്പോൾ 4 എണ്ണം. അപ്പം എൻ്റെ കേസിൽ ഞാൻ 2 കൊല്ലത്തെ BEd ആയിരുന്നു. എൻ്റെ പ്രാക്ടിക്കും ടീച്ചിങ് അവർ പറയുന്ന റിക്വയർമെന്റ് ആയിട്ട് മെറ്റായത് കാരണം എനിക്ക് ജസ്റ്റ് 1 കോഴ്സ് മാത്രം അവർ സജസ്റ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ എൻ്റെ കുറച്ച് നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സിന് അവർക്ക് 4 കോഴ്സസ് വരെ OCT സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ OCT എന്താ പറയുക ഈ ടീച്ചിങ് ലൈസൻസ് കിട്ടിയതിന് ശേഷം വി ആർ ഫ്രീ ടു അപ്ലൈ ടു ദ പബ്ലിക് സ്കൂൾസ് ഓഫ് ഒണ്ടാരിയോ. ഒണ്ടാരിയോ മാത്രമല്ല ബാക്കി പ്രൊവിൻസിലേക്കും വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അവിടെ നമുക്ക് ഹയറിംഗിൽ കൂടുതൽ പ്രയോറിറ്റി ഉണ്ടാവും ഏതെങ്കിലും ഒരു പ്രൊവിൻസിന്റെ ലൈസൻസ് ഉണ്ടെങ്കിൽ. പിന്നെ ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പാരിറ്റീവ്ലി ഈസിയർ ആണ്. പിന്നെ പിന്നെ ഒരു കാര്യം മെൻഷൻ ചെയ്യാനുള്ളത്, ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കേട്ട് കഴിഞ്ഞാൽ ഇതിപ്പോ ഞങ്ങൾക്ക് കാനഡയിൽ വന്നിട്ടല്ലേ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ വേറൊരു കാര്യം കൂടി ഞാൻ പറയുന്നുണ്ട്. ഈ OCT സർട്ടിഫിക്കേഷൻ പ്രോസസ് നിങ്ങൾക്ക് ഇന്ത്യയിൽ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതൊരു വലിയ ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനേ പ്ലാൻ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക PR-ന്റെ ഒരു സ്റ്റെപ്പും ആയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സ്റ്റഡി പെർമിറ്റോ വർക്ക് പെർമിറ്റോ ആണ്, അതിനും എന്താ പറയുക പ്രോസസ്സിങ് ഒന്നും ഒരു എന്താ പറയുക ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഉറപ്പ് കിട്ടാതെ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ബട്ട് വൺസ് നിങ്ങൾക്കൊരു ഉറപ്പ് കിട്ടുകയാണ്, ഓക്കെ ഞങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റും, ഞങ്ങൾക്ക് ITA കിട്ടി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് PPR വന്നു, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാം. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ലൈസൻസ് ആവും, നിങ്ങൾക്ക് നേരിട്ട് ടീച്ചിങ് ജോബ്സിന് നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ടീച്ചിങ് ലൈസൻസിനെ കുറിച്ച് ഒരു ബ്രോഡ് ഓവർവ്യൂ കിട്ടിയിട്ടുണ്ടാവും. ഇനി ടീച്ചിങ് ലൈസൻസിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സും പിന്നെ അതുപോലെ തന്നെ ടീച്ചിങ് ലൈസൻസ് കിട്ടിയതിന് ശേഷം എങ്ങനെ ജോബ് ഹണ്ട് ചെയ്യണം, എങ്ങനെയാണ് ജോബ് അപ്ലൈ ചെയ്യേണ്ടത്, ഇവിടുത്തെ ഓവറോൾ ടീച്ചിങ് എക്സ്പീരിയൻസ് എങ്ങനെയാണ് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ചെയ്യുക. ഞാനപ്പോൾ ഇത് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. പിന്നെ ഇതിന്റെ ഫസ്റ്റ് വീഡിയോ ആണ്, വീഡിയോയിലൊക്കെ കുറേ മിസ്റ്റേക്സ് ഉണ്ടാവും, ഞാൻ ആദ്യമായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഫീഡ്ബാക്കുകളും എല്ലാം കമന്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു സോ മച്ച്.